പല സെലിബ്രിറ്റികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആർട്ട് വർക്ക് മീൻസ് പെൻസിൽ ഡ്രോയിങ്. നമ്മൾ അടുത്ത് കാണുന്ന, നമ്മൾ ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ, അത് നിങ്ങൾക്കൊക്കെ അറിയണം. മലയാളത്തിന്റെ ഹാസ്യ താരം മാമുക്കോയനെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. മാമുക്കോയൻ്റെ അവസ്ഥ അത് കാണണം നമ്മളെ വീണ്ടും നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. പല സ്ഥലത്തും ഞാൻ മാമുക്കോയ ഇക്ക വരുന്ന സ്ഥലത്തൊക്കെ പല ഫങ്ഷൻസും ഞാൻ പോയി. എനിക്ക് വേറൊരു അനുഭൂതിയാണ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള വ്യക്തി മാമുക്കോയ പറഞ്ഞാൽ അത്രയും വലിയ, എൻ്റെ കാഴ്ചപ്പാടില് ഹെവി ആക്ടറാണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഹാരിസാണ്. നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല സെലിബ്രിറ്റികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സെലിബ്രിറ്റികളെ കണ്ട സാഹചര്യങ്ങളും, അതായത് കാണാൻ വേണ്ടി ഞാൻ എടുത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, എങ്ങനെയൊക്കെ കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പല വിഭാഗം ആളുകളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആർട്ട് വർക്ക് മീൻസ് പെൻസിൽ ഡ്രോയിങ്. ഓലെടുത്ത് എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ആരാധിക്കണ, നമ്മൾ കാണുന്ന, നമ്മൾ അടുത്ത് കാണുന്ന, നമ്മൾ ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മളടുത്ത് കണ്ട് സെൽഫി അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കുറേ സമയം സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പോരുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ കണ്ട ഒരു സെലിബ്രിറ്റിനെ ഫസ്റ്റ് ഭാഗം എന്ന നിലയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താണ്. അത് നിങ്ങൾക്കൊക്കെ അറിയണം. മലയാളത്തിന്റെ ഹാസ്യ താരം മാമുക്കോയനെ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. മാമുക്കോയനെ മീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. മാമുക്കോയ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പോയിട്ട് കണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്, പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. മാമുക്കോയും ഞാനും ഈ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും. അദ്ദേഹത്തിന് കൊടുക്കണ ഒരു ഫോട്ടോസാണ് നിങ്ങൾ കണ്ടത്. അത് ഏകദേശം നമ്മൾ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കണ്ടതായിരുന്നു. വീട്ടിലാണ്, അദ്ദേഹത്തിന്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലുള്ളത് എങ്ങനെ പോയത് വെച്ചാൽ, ഞങ്ങൾ ഇതേപോലെ ഒരു ദിവസം കോഴിക്കോട് പോയിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെനക്കെട്ട് പോയി. മെനക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മലപ്പുറം ഭാഷയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് പോയിട്ട് ബേപ്പൂരാണല്ലോ അദ്ദേഹത്തിന്റെ വീട്. മാമുക്കോയന്റെ വീട് ബേപ്പൂരാണ്. അപ്പൊ നമ്മൾ പോയിട്ട് അവിടെ വരെ പോയി, വീട്ടിലൊക്കെ പോയി നോക്കുമ്പം ആളവിടെ ഇല്ല. ആള് വയനാട് പോയതാണ് പറഞ്ഞു. അതായത് ഈ ആർട്ട് വർക്കൊക്കെ കുറെ മുന്നേ ചെയ്തു വെച്ചതാണ്. കുറെ മുന്നേ പറഞ്ഞാൽ ഒരു മാസം മുന്നേ, അന്ന് പോണേന്റെ ഒരു മാസം മുന്നൊക്കെ ചെയ്തു വെച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ട് ആഗ്രഹിച്ച് പോയ ആളല്ലേ. അപ്പൊ അവിടെ എത്തിയപ്പോ ആളില്ല. ആള് വയനാട്ടിൽ പോയതാണ്. രാത്രി വൈകി വരാനെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് ഇതേപോലെ ഞങ്ങൾ ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് കോഴിക്കോട് രാവിലെ ഞങ്ങൾ ബേപ്പൂരിൽ നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. അതായത് ബേപ്പൂരിൽ നിന്ന് മീൻ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഒരു സൽക്കാര പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ നമ്മള് അവിടേക്ക് പോയ കൂട്ടത്തിൽ ഞാൻ ഈ ഫ്രെയിം എടുത്ത് പോയി. ഫോട്ടോ ചെയ്ത ഫ്രെയിം വരച്ച് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ആക്കിയിട്ട് നമ്മളെ കളർ പെൻസിലൊക്കെ ചെയ്തിന്, അതെടുത്ത് പോയി ഫ്രെയിമൊക്കെ പോയിട്ട് അന്ന് കാണാൻ ഉറപ്പിച്ചു പോയത്. നമ്മൾ ഇതേപോലെയാണ്, നമ്മൾ വീഡിയോസ് ഇത് ചാനൽ കട്ടായി ഒഴിവായി പോയ മാതിരിക്കാണ് എൻ്റെ അവസ്ഥ. അത് കാണണം നമ്മളെ വീണ്ടും നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. പല സ്ഥലത്തും ഞാൻ നമുക്ക് ഇക്ക വരുന്ന സ്ഥലത്തൊക്കെ പല ഫങ്ഷൻസും ഞാൻ പോയി, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അന്ന് അങ്ങനെ പോയിട്ട് റിസ്ക് എടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴെത്തി. വീട്ടിലേക്കാണ് കയറി ചെല്ലാൻ മടിയൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങളുടെ ബേപ്പൂര് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കയറിയപ്പോ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ഉറപ്പില്ല. അപ്പോൾ ബെല്ലടിച്ചപ്പോ ഇക്കാന്റെ റിലേറ്റീവ്സ് ആരോ വാതിൽ തുറന്നപ്പോ ഞാൻ നോക്കുകയൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ വിളിക്കാറിന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോ അദ്ദേഹം ഇറങ്ങി വന്നു പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരാളല്ലേ. വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സീന് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി. ഏതായാലും മനുഷ്യ അല്ലാഹു നല്ല
സ്വർഗീയ പൂന്തോപ്പിലാകട്ടെ. അപ്പോൾ വാതിൽ തുറന്ന് ഇങ്ങനെ ഇറങ്ങിയിരുന്നൊരു കാഴ്ച എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. അതായത് ഈ ഫോട്ടോത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ ആ ഡോർ ഇങ്ങനെ തുറന്ന് തന്നെ ആ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഈ വാതിൽ ഇങ്ങനെ തുറന്നുണ്ട് ഇതേ ഇങ്ങനെ ഇറങ്ങി ഒരു കാഴ്ച തന്നെയാണ്. എനിക്ക് വേറൊരു അനുഭൂതിയാണ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ളൊരു വ്യക്തി മാമുക്കോയറിനെ അത്രയും വലിയ എൻ്റെ കാഴ്ചപ്പാടിൽ ഹെവി ആക്ടറാണ്. അത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇഷ്ടം കൊണ്ട് നമ്മൾ വരച്ചിട്ടൊക്കെ പോയതിന് അതിലിങ്ങനെ നീ വന്നിട്ട് ചോദിച്ചു എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞങ്ങനെ ഡ്രോയിങ് ആണ്. അതോടുകൂടി ആളെ ഒരു ഇതൊക്കെ മാറി. ആള് വളരെ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇരിക്കുക എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ട് നമ്മളോട് ചോദിച്ചാണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഫോട്ടോ വെച്ച് ഫോട്ടോ എടുത്തു. ഇതേപോലെ ഫോട്ടോ എടുത്തു. നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവസാനം സ്ഥലത്തിനെ കുറിച്ചും എന്താ വെച്ചാൽ ഒരു താരജാടല്ലാതെ എന്തിനെ കുറിച്ചും മൂപ്പർക്ക് അറിയട്ടോ. എന്ത് കാര്യത്തിനെ കുറിച്ചും നല്ല അറിവുള്ള മനുഷ്യനാണ്. അപ്പോൾ നമ്മളെ നാടിനെ കുറിച്ച് സംസാരിച്ചു. എൻ്റെ നാട് മോങ്ങാണ്. മോങ്ങം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ മോങ്ങം മറയൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എന്തിനെ കുറിച്ചും ആള് സംസാരിക്കുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ചും എന്ത് വിഷയത്തിനെ കുറിച്ചും ആൾക്ക് നല്ല അറിവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം സംസാരിച്ചു. അവസാനം ചായ വരെ കുടിച്ചിട്ട് പോവാന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. ആ ലെവലിൽ മൂപ്പര് സംസാരിച്ച് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അത്രയും എല്ലാവരും നല്ല ഫ്രണ്ടായിട്ട് സംസാരിച്ചു. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അവനും പറഞ്ഞു നല്ല സ്വഭാവം, എന്താ ഡീസൽ, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ ഒരുപാട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല താരചാടകളും ആൾക്കാരെ കണ്ട വിട്ടു നിൽക്കുക അത് ആ ഒരു സംഭവമേ ഇല്ല കേട്ടോ. പക്ക നാടൻ മനുഷ്യൻ. അത്രയും അറിവും ഇതും കഴിവുകളൊക്കെ ഉണ്ടായിട്ട് നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ. അപ്പൊ അവസാനം ഞങ്ങള് വീട്ടിലല്ലേ, ഞങ്ങള് ബുദ്ധിമുട്ടാക്കാനോ കാര്യത്തിനൊന്നും പോവാതെ നമ്മൾ ജസ്റ്റ് കാണുക എന്നുള്ള പിന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുത്താണ്ട് പോവുക ചെയ്തത്. അപ്പോൾ ഇന്നത്തെ സെലിബ്രിറ്റി നമ്മൾ മാമുക്കോയ എന്ന മലയാളത്തിൻ്റെ ഇതിഹാസ നടനാണ്. ഏതായാലും അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ കഴിഞ്ഞു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്, വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു സെലിബ്രിറ്റി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി തന്നെയാണ് അടുത്തത് നമുക്ക് കാണാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച, എന്നെ കേൾക്കാൻ തയ്യാറായ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനൽ ഉയർന്ന് ചെറുതായത് രീതിയിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കയ്യിനെ സപ്പോർട്ട്, സബ്സ്ക്രൈബും ബെല്ലൈക്കണും ഒക്കെ അമർത്തി ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മളെ ചാനലൊന്ന് ഉയർത്തി കൊണ്ടുവരണം. നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമാണ്. വേറെ ഞാൻ ശ്രമിച്ചിട്ട് 2-3 പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കഴിവിൻ്റെ പരമാവധി വേണം. അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.